നമസ്കാരം. രണ്ടാമത്തെ സെഷനിലേക്ക് സ്വാഗതം. KSTF പേപ്പറിൻ്റെ അടുത്ത 10 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കുക. ഇഫ് എ നമ്പർ ഹാസ് എക്സാക്ട്ലി 3 factors, then it is a 4 ഓപ്ഷൻസിൽ ഇതിൽ കൃത്യം കൊടുത്തിരിക്കുന്ന ഇവിടെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഇതാണ് ശരിയായ ഓപ്ഷൻ, അതായത് സ്ക്വയർ ഓഫ് എ പ്രൈം എന്നുള്ളത്. അപ്പോൾ പി ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ നമുക്ക് പി സ്ക്വയറിന് എടുക്കാം, അല്ലേ? ഈ പി സ്ക്വയറിന് 3 ഫാക്ടേഴ്സ് ഉണ്ടാവും. 1 പി ആൻഡ് പി സ്ക്വയർ. അപ്പം ഏതൊരു പ്രൈം നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സ്ക്വയറിന് 3 ഫാക്ടേഴ്സ് ഉണ്ടാവുന്നു. എക്സാക്ട്ലി 3 ഫാക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇതിന് സമാനമായ മറ്റു ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അതിന് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു ചോദ്യമാണത്. ഒരു പ്രൈം നമ്പറിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതിന് 3 ഫാക്ടേഴ്സാണ് ഉണ്ടാവുന്നത്. ഒന്ന് 1 ഉണ്ടാവും, ആ പ്രൈം നമ്പർ ഉണ്ടാവും, ആ പ്രൈം നമ്പറിൻ്റെ സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ മറ്റൊരു ചോദ്യം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് കണ്ടിരിക്കുന്നത് ഹൗ മെനി 3-digit numbers are there having exactly 3 factors? അപ്പോൾ അതിനുത്തരം പറയുമ്പോൾ 3-digit നമ്പറുകളുടെ കൂട്ടത്തിൽ ഈ കണ്ടീഷൻ അനുസരിക്കുന്ന എത്രണ്ണം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ പ്രൈം നമ്പേഴ്സിൻ്റെ സ്ക്വയറായിട്ട് വരുന്ന എത്ര 3-digit നമ്പേഴ്സ് ഉണ്ടാവും? അതിപ്പോൾ നമുക്കറിയാം. 11ൻ്റെ സ്ക്വയർ ഒരു 3-digit നമ്പറാണ്. 13ൻ്റെ സ്ക്വയർ ഒരു 3-digit നമ്പറാണ്. 13. 17 square is a 3-digit number. 19 square is a 3-digit number. 23 square, 29 square and 31 square. ഈ 31 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 961 ആണല്ലോ. ഇവിടത്തോളം നമുക്ക് വരാം. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? 7 എണ്ണം ഉണ്ടാവും. അപ്പോൾ 7 3-digit നമ്പേഴ്സ് ഉണ്ടാവും. ആ 7 3-digit നമ്പേഴ്സിന് എക്സാക്ട്ലി 3 ഫാക്ടേഴ്സ് ആയിരിക്കും. കാരണം ഈ 7 എണ്ണവും ഒരു പ്രൈം നമ്പറിൻ്റെ സ്ക്വയറായി വരുന്നതാണ്. അങ്ങനൊരു ചോദ്യം മറ്റൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് കണ്ടിട്ടുള്ളതാണ്. ഒരു സ്റ്റേറ്റ് ലെവല്, നാഷണൽ ലെവൽ ഒരു പേപ്പറിൽ ഇങ്ങനൊരു ചോദ്യം കണ്ടിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ഒരു ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് x raised to 49 ഇൻ ദ പ്രോഡക്റ്റ്? അപ്പോൾ ഈ പോളിനോമിയൽ ഇതൊരു പോളിനോമിയലാണ്. 50 പവർ 50 ആയ ഒരു പോളിനോമിയൽ, ഡിഗ്രി 50 ആയ ഒരു പോളിനോമിയലാണ് ഈ കാണുന്നത്. അപ്പോൾ ആ പോളിനോമിയലിൻ്റെ ഫാക്ടേഴ്സ് നമുക്കറിയാമല്ലോ. x-2, x-4, x-6, x-100. അതായത് 2, 4, 6, 8 etc. 100. These are the zeros of this polynomial. ഈ പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ വാല്യൂ 0 ആക്കുന്ന ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂസിനെയാണ് സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇപ്പോൾ 2, 4, 6, 8 etc. 100. ദീസ് ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. അതൊരു ഇക്വേഷൻ്റെ തലത്തിൽ കണ്ടാൽ അതിനെ സൊല്യൂഷൻസ് അല്ലെങ്കിൽ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ എന്ന് പറയാം. നമ്മളിപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു തിയറിയിലേക്ക് വരാൻ വേണ്ടിയാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇഫ് ആൽഫ ആൻഡ് ബീറ്റ are the zeros of a second degree polynomial or roots of a second degree equation is x squared minus alpha plus beta x plus alpha beta is equal to 0 എന്ന് നമുക്ക് പറഞ്ഞ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എഴുതാം. ഓക്കെ,
സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതാം. ഒരു പോളിനോമിയൽ ഫോം ആണെങ്കിൽ നമ്മളിവിടെ എ ഇൻറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും തുടങ്ങുന്നത്. ഓക്കെ ഇതൊരു മോണിക് പോളിനോമിയൽ ആണെങ്കിൽ A1 ആയിരിക്കും. ഇവിടെ അതൊന്നും കൺസിഡർ ചെയ്യേണ്ട. ഇവിടെ തന്നിരിക്കുന്നതിൻ്റെ കോയിഫിഷ്യൻ്റ് x⁻⁵ കോയിഫിഷ്യൻ്റ് 1 ആണ്. അപ്പോൾ x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഇഫ് ആൽഫ ബീറ്റ ആൻഡ് ഗാമ are the zeros of the polynomial of a third degree polynomial. If it is a monic one, then we can write polynomial p of x is equal to x cubed minus alpha plus beta plus gamma x plus alpha beta plus beta gamma plus alpha gamma എക്സ്. ഇവിടെ സ്ക്വയർ എക്സ് മൈനസ് ആൽഫ ബീറ്റ ഗാമ കണ്ടോ, ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പം ഏതായാലും ആ സെക്കൻഡ് ടേം ഏത് പവർ ആയാലും സെക്കൻഡ് ടേമായിട്ട് വരുന്നത് റൂട്ട്സിൻ്റെ സമ്മാണ്. സെക്കൻഡ് ടേമായിട്ട് വരുന്നത് ആ പോളിനോമിയലിൻ്റെ സെക്കൻഡ് ടേമായിട്ട് ഇത് ഇവിടെ കാണുന്ന ഈ സെക്കൻഡ് ടേമായിട്ട് വരുന്നത് റൂട്ട്സിൻ്റെ അല്ലെങ്കിൽ സീറോസിൻ്റെ സമ്മാണ് ഈ കാണുന്നത് ഇവിടെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന പോളിനോമിയലിൽ അതൊരു ഡിഗ്രി 50 ആയ അല്ലെങ്കിൽ 50 ഡിഗ്രി പോളിനോമിയലാണത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ടേം ആകുമ്പോഴേക്കും x⁻49 ആയിരിക്കും. അതിൻ്റെ x⁻49ൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ മുൻപിൽ വരുന്നത് റൂട്ട്സിൻ്റെ സമ്മായിരിക്കും. സം ഓഫ് സീറോസ് ആണ് ഇവിടെ വരുന്നത്. ഇതിനൊരു നെഗറ്റീവ് ഉണ്ടായിരിക്കും, അതിവിടെ കാണുന്നില്ല ഈ ഓപ്ഷനിൽ, അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് ഇവിടെ x⁻49ൻ്റെ കോയിഫിഷ്യൻ്റായി വരുന്നത് സം ഓഫ് സീറോസ് ആണ്. സം ഓഫ് സീറോസ് ആണ്. സീറോസ് ഓഫ് ദ പോളിനോമിയൽ. അങ്ങനെയാണെങ്കിൽ അത് എന്താണ്? 2 + 4 + 6 etc. + 100 ആണ്. ഇത് നമുക്കറിയാം. ആദ്യത്തെ 50 ഈവൻ നമ്പേഴ്സിൻ്റെ സമാണ്. അപ്പോൾ 50 × 51 അതാണ് 2580. ആക്ച്വൽ കോയിഫിഷ്യൻ്റ് ഇവിടെ മൈനസ് വരും. നമുക്കപ്പോൾ ഇവിടുത്തെ ഈ ഓപ്ഷൻ ഇതാണ് കറക്റ്റാവുന്നത്. കാരണം x⁻49 എന്ന് പറയുന്ന ആ പോളിനോമിയലിൻ്റെ സെക്കൻഡ് ടേമിൻ്റെ കോയിഫിഷ്യൻ്റ് റൂട്ട്സിൻ്റെ, അല്ലെങ്കിൽ ഇക്വേഷൻ ആണെങ്കിൽ റൂട്ട്സിൻ്റെ, പോളിനോമിയലാണെങ്കിൽ സീറോസിൻ്റെ സമ്മാണ്. സീറോസിൻ്റെ സം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 50 ഈവൺ നമ്പേഴ്സിൻ്റെ സമ്മാണ്. അത് 2550 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്. എത്രയാണ്? ഇവിടെ ഒരു 3 റോകൾ ഇങ്ങനെ തന്നിരിക്കുകയാണ്. അതൊരു പാറ്റേൺ ആണ്. ആ പാറ്റേണിൻ്റെ ആദ്യത്തെ വരിയിൽ 0 1 2 3 4, അടുത്ത 5 6 7 8 9, അടുത്ത വരി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ വരി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു വര ഇങ്ങനെ ഡോട്ട് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ഒരു പാറ്റേൺ മേക്കിംഗ് ആണത്. അങ്ങനെയാണെങ്കിൽ 99 എത്രാമത്തേതാണ്? നമ്മൾ ആ എത്രാമത്തെ റോയിൽ എത്രാമത്തെ കോളത്തിൽ എന്നാണ് ചോദ്യം. നമ്മൾ ഈ ഫസ്റ്റ് നമ്പേഴ്സിനെ ഇങ്ങനെ മാത്രം കൺസിഡർ ചെയ്താൽ 0 5 10 ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആയിട്ടാണ് ഞാൻ പെട്ടെന്ന് കണ്ടത്. അതിൻ്റെ ഓൾജിബ്ര എന്ന് പറയുന്നത് 5n - 5 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 20th ടേം എന്ന് പറയുന്നത് 95 ആണ്. 20th ടേം എന്ന് പറയുന്നത് 95 ആണ്. ഈ 95 അപ്പോൾ ഇവിടെ വരുന്നു, ഈ ഫസ്റ്റ് എലമെൻ്റായിട്ട് വരുന്നു. അതിൻ്റെ അവസാനത്തെ എലമെൻ്റ് ആയിരിക്കും 99. 95 മുതൽ 99 വരെ
99 ആവുന്നത്. അതിൻ്റെ അർത്ഥം 20th റോയിൽ അവസാനത്തെ എലമെൻറ്റ് 5th കോളത്തിലാണ് ഈ പറയുന്ന 99 ഉണ്ടാകുന്നതെന്ന് പെട്ടെന്ന് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അങ്ങനെ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്. എ നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം ഇറ്റ്സ് സ്ക്വയർ ഈസ് 3/4 part of the number added to its square. ആ സെൻറ്റൻസ് വളരെ ക്ലിയർ ആണ്. കാരണം ആ ഒരു നമ്പറിൻ്റെ സ്ക്വയറിൽ നിന്ന് ആ നമ്പർ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ആ നമ്പറും അതിൻ്റെ സ്ക്വയറും കൂടി കൂട്ടിയതിൻ്റെ 4/3 ഭാഗമാണ്. അപ്പോൾ നമ്പർ എക്സ് ആണെങ്കിൽ എക്സ് സ്ക്വയേർഡ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 3/4 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് കണ്ടാൽ ഇതിനകത്ത് 4x സ്ക്വയേർഡ് മൈനസ് 3x സ്ക്വയേർഡ് ഇസ് ഈക്വൽ ടു 4x സ്ക്വയർ മൈനസ് 3x സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 4x സ്ക്വയർ മൈനസ് 3x സ്ക്വയർ ഇസ് ഈക്വൽ ടു 7x എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 4x മൈനസ് 4x മാറുന്ന പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ 7x എന്ന് കിട്ടും. അതായത് എക്സ് സ്ക്വയേർഡ് ഇസ് ഈക്വൽ ടു 7x ആയാൽ എക്സ് ഇസ് ഈക്വൽ ടു 7 എന്ന് നമുക്ക് പറയാം. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 7 ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? വാട്ട് ഈസ് ദ സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ. അപ്പോൾ 7 ആൻഡ് 7 സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 56. ഈ 56 ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വളരെ ലളിതമായൊരു ചോദ്യമാണത്. ഒരു പ്രിസം, ഒരു ഹോളോ പ്രിസം, ഒരു പാത്രം, ഒരു സ്ക്വയർ പ്രിസത്തിൻ്റെ ആകൃതിയുള്ള ഒരു പാത്രത്തിൽ അതിൻ്റെ സൈഡ് 20 നമുക്ക് മനസ്സിൽ കാണാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. സൈഡ് ഇങ്ങനെ 20 കിട്ടുന്നത്. ഇങ്ങനെയാണ് സ്ക്വയർ പ്രിസമെങ്കിൽ 20 കിട്ടുന്നത്. സൈഡ് ബേസ് 20 കിട്ടുന്നത്. ഓക്കെ, അതിൽ 15 സെൻറ്റിമീറ്റർ പൊക്കത്തിൽ വെള്ളമുണ്ട്. അതൊരു വിഷയം കണക്കാക്കേണ്ട കാര്യമില്ല നമുക്ക്. അതിലേക്ക് ഒരു ക്യൂബ് എടുത്തിടുന്നു. ഓക്കെ, ഒരു ക്യൂബ് എടുത്തിടുന്നു. അപ്പോൾ വെള്ളം ഉയരുന്നു. അപ്പോൾ ഉയരുന്ന വെള്ളത്തിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ വെള്ളം ഉയരുന്നത് ഒരു പ്രിസത്തിൻ്റെ രൂപത്തിൽ തന്നെയാണല്ലോ. അപ്പോൾ ആ ഉയരുന്ന ഭാഗത്തിൻ്റെ വോളിയം 20 സ്ക്വയർ എച്ച് ആണ്. അത് ഈ പറയുന്ന ക്യൂബിൻ്റെ വോളിയമായ 10 ക്യൂബ്ഡാണ്. ഇതിൽ നിന്ന് എച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2.5 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 6ാമത്തെ ചോദ്യം. ഏരിയ ഓഫ് എ സ്ക്വയർ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ. ഓക്കെ, ഒരു സർക്കിളിൽ വരക്കുന്ന സ്ക്വയറിൻ്റെ ഏരിയ. ഓക്കെ, അത് 16. അപ്പോൾ ആ സ്ക്വയറിൻ്റെ സൈഡ് 4. ഓക്കെ, അപ്പോൾ ഇത് 4√2 ആണ്. അപ്പോൾ റേഡിയസ് 2√2 ആണ്. അങ്ങനെയാണെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ ആണ് ചോദ്യം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണത്. അപ്പോൾ π ഇൻറ്റു 2√2 സ്ക്വയർ എന്ന് പറയുന്നു കിട്ടും 8π എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഏരിയ, ഒരു സ്ക്വയറിൻ്റെ ഏരിയ 36% കുറയുമ്പോൾ സൈഡ് എത്ര ശതമാനം കുറയുന്നു എന്നുള്ള ചോദ്യമാണ്. കേറ്ററ്റ് 2 സാധാരണ ചോദിക്കാറുള്ളൊരു ചോദ്യമാണത്. കേറ്ററ്റ് 3 ചോദ്യമായിട്ട് കേറ്ററ്റ് 2 ഇത്തരം ചോദ്യങ്ങൾ എപ്പോഴും കാണാറുള്ളതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായൊരു ചോദ്യം, അത്രയേ ഉള്ളൂ ഇവിടെ ഇട്ടിരിക്കുന്നത്. അതായത് ആദ്യം 100 ആയിരുന്നു ഏരിയ. അപ്പോൾ 36% കുറഞ്ഞു. അപ്പോൾ ഏരിയ 100 എന്ന ഏരിയ
36% കുറഞ്ഞു, അപ്പോൾ 64 ഏരിയ. അപ്പോൾ അതിൻ്റെ സൈഡ് 8 കണ്ടോ. 100 36 കുറഞ്ഞപ്പോൾ 64 ബാക്കി, അതിൻ്റെ സൈഡ് 8. ഓക്കെ, ആദ്യം 100 അതിൻ്റെ സൈഡ് 10. അപ്പോൾ സൈഡ് 10 നിന്ന് 8 കുറഞ്ഞു, അത് 2 കുറഞ്ഞു. എത്രയായിരുന്നു? 10. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് 20% കിട്ടും. ഏറ്റവും എളുപ്പത്തിൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേറ്ററ്റ് 2ൻ്റെ ഒരു ചോദ്യമായിട്ടാണ് സാധാരണ കണ്ടുവരാറുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇതിലേതാണ് ശരിയായ പ്രസ്താവനയെന്ന് നമ്മൾ കൃത്യമായിട്ട് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ സാധാരണ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് വെൻ ആംഗിൾ increases from 0 to 90, sine measure increases from 0 to 1, and cos measure decreases from 1 to 0. ഈ കാര്യം നമുക്കറിയാവുന്നതാണ്. ആംഗിൾ 0യിൽ നിന്നും 90യിലേക്ക് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സൈൻ മെഷർ 0യിൽ നിന്നും 1ലേക്ക് കൂടുമ്പോൾ കോസ് മെഷർ 1ൽ നിന്ന് 0യിലേക്ക് താഴുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പറയുന്ന കോസ് 46 എന്ന് പറയുന്നത് സൈൻ 44 എന്ന് കാണാനായിട്ട് സാധിക്കും. കോസ് 46 എന്ന് പറയുന്നത് സൈൻ 44 എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സൈൻ 44 ഈസ് ലെസ് ദാൻ സൈൻ 45, ഇറ്റ് ഈസ് ലെസ് ദാൻ സൈൻ 46. ഈ സെൻറ്റൻസിനകത്തുണ്ടല്ലോ അതിൻ്റെ ഉത്തരം. അപ്പോൾ ആദ്യത്തെ തന്നെയാണ് അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇവിടെ വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ക്യൂ? ഇവിടെ ഒരു പോയിന്റ് ക്യൂ ഉണ്ട്, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ക്യൂ ഇവിടെയുണ്ട്. ഇതിൻ്റെ കോർഡിനേറ്റ്സ് ഈ കൊടുത്തിരിക്കുന്നതിൽ ഏത് എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ആംഗിൾ നോക്കി, ഇവിടെ 90 ഡിഗ്രി ആംഗിളാണ് ഇവിടെ കാണുന്നത്, കാരണം പെർപെൻഡിക്കുലറാണ്. ഒറിജിൻ അതിന് ഞാൻ O എന്ന് അടയാളപ്പെടുത്തുന്നതാണ്, അതിൻ്റെ കോർഡിനേറ്റ് 0 0. ഓക്കെ, അപ്പോൾ OP എന്ന ലൈനിൻ്റെ സ്ലോപ്പ് ഓഫ് OP എത്രയാണ്? സ്ലോപ്പ് എന്ന് പറയുന്നത് y കോർഡിനേറ്റിൻ്റെ മാറ്റം ബൈ x കോർഡിനേറ്റിൻ്റെ മാറ്റം. പുതിയ നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ കോൺസെപ്റ്റിൽ 0യിൽ നിന്നും 3യിലേക്ക് y കോർഡിനേറ്റ് ഉയരുന്നു. 0യിൽ നിന്നും കണ്ടോ, ഇവിടെ 0യിൽ നിന്നും 2യിലേക്ക് x കോർഡിനേറ്റ് ഉയരുന്നു. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് y കോർഡിനേറ്റിൽ വന്നിരുന്ന ചേഞ്ച് ബൈ x കോർഡിനേറ്റിൽ വന്ന ചേഞ്ച് 3/2 ആണ്. ഓക്കെ, അതിന് പെർപെൻഡിക്കുലറായ ഒരു ലൈനാണിത്. അപ്പോൾ നമുക്കറിയേണ്ട ഒരു കാര്യം, ഈ രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസിൻ്റെ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് -1 ആണ്. പ്രോഡക്റ്റ് ഓഫ് ദി slopes of perpendicular lines is -1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് 3/2 ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാം OQ എന്ന ലൈനിൻ്റെ സ്ലോപ്പ് -2/3 ആണെന്ന് പറയാം. -2/3 ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ ആദ്യത്തേത്, അതായത് -3/2 എന്ന് പറയുന്നതാണ് കറക്റ്റ് ഓപ്ഷൻ. കാരണം ഈ പോയിൻ്റ് -3/2 ആണെങ്കിൽ ഇവിടെ സ്ലോപ്പ് എന്താണ്? 2/-3. 2/-3യും 3/2 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ.
ആ ലൈനിൽ ധാരാളം പോയിന്റ്സ് ഉണ്ടാവും, നമുക്കറിയാം. പക്ഷേ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നമുക്കത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത്, ഈ ചോദ്യം പെട്ടെന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന കാര്യം മാത്രം ഞാൻ പറയുകയാണ്. ഇവിടെ ഇതിൻ്റെ ഗ്രാഫാണ് ഈ തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന എല്ലാം നോക്കിയപ്പോൾ ഈ രണ്ടാമത്തത് ഒരു 3rd ഡിഗ്രി പോളിനോമിയലിൻ്റെ പോളിനോമിയലാണ്. ഈ നാലാമത്തത് അതൊരു 4th ഡിഗ്രി പോളിനോമിയലാണ്. ഈ അടുത്തതും ഒരു 3rd ഡിഗ്രി പോളിനോമിയലാണ്. ഇതിൻ്റെ ഗ്രാഫ് വരച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗ്രാഫ് പോയിൻറ്റ്സ് എക്സ് ആക്സിസിൻ്റെ താഴെയുള്ള നെഗറ്റീവ് പാർട്ടിലേക്ക് വന്നിട്ട്, ഓക്കെ, അതിൻ്റെ ഫങ്ഷനായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഡൊമൈനിൽ അതിൻ്റെ റേഞ്ചിൽ ആ നെഗറ്റീവ് നമ്പേഴ്സ് കൃത്യമായിട്ട് വരുന്നത്. ഇപ്പോൾ 3rd ഡിഗ്രി പോളിനോമിയൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാഫിനെ കുറിച്ചൊക്കെ നമുക്ക് 9ാം ക്ലാസ്സിൽ ധാരണയുണ്ട്. ഇതുപോലെയൊക്കെയായിരിക്കും 3rd ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഇത് മൂന്നും പെട്ടെന്ന് നമുക്ക് ഒഴിവാക്കാം. ഈ ആദ്യത്തെ നോക്കുമ്പോൾ മോഡുലസ് ഉണ്ട്. തീർച്ചയായിട്ടും അതിലൊരു നെഗറ്റീവ് വാല്യൂ ഡൊമൈനിൽ അല്ലെങ്കിൽ റേഞ്ചിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് വാല്യൂ വരിക അസംഭാവ്യമാണ്, കാരണം മോഡുലസ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പടം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഈ കാണുന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത 10 ചോദ്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നന്ദി.